we started a podcast. Hey, what? Watch me so, yeah, we're taking a shot. Real TS classroom. Future student therapy, come join the ride. TS, let's go. TS, hit the show. TS, here we roll. TS, now you know. TS, let's go. TS. Hello guys, welcome back to another episode of TS പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഒരു എപ്പിസോഡ് ബാക്ക് വന്നിരിക്കുന്നു. നമ്മൾ ലോങ് ലീവായിരുന്നു. വി ആർ സോറി അബൌട്ട് ദാറ്റ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും എക്സാം മറ്റേത് മത്സരമൊക്കെ. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ സെറ്റപ്പ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണം. എനിക്ക് പക്ഷേ എക്സാം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ടീച്ചർ ഫ്രീ ആണ്. ഓക്കെ എനിവേസ് നമ്മൾ ബിസി ആയിരുന്നു. ഓക്കെ, നമ്മൾ ക്ഷമ ചോദിക്കുന്നു ആദ്യമേ. ഓക്കെ, ആൻഡ് ഇനിയുള്ള എപ്പിസോഡ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമായിരിക്കും, ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ പറയാം, ആയിരിക്കും. അതാണ് അതിന്റെ പോയിന്റ്. ആൻഡ് അപ്പം നമുക്ക് ഇന്ന് കുറച്ച് കാര്യം പറയാനുണ്ട് തുടങ്ങുന്നതിന് മുമ്പേ. ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ കാണിച്ച സ്നേഹം നമുക്ക് ഇഷ്ടപ്പെട്ടു. ഐ മീൻ വി ആർ ഗ്രേറ്റ്ഫുൾ, എസ്പെഷ്യലി യൂട്യൂബ് വ്യൂവേഴ്സ് ആൻഡ് സ്പോട്ടിഫൈ വ്യൂവേഴ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയാം. ഹായ് ഗൈസ്. ആൻഡ് ബാക്കി എന്തെങ്കിലും പറയാൻ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ കുറച്ച് നാളത്തെ ഇടവേള എടുത്തു. അതിന് ഞങ്ങൾ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഞങ്ങളൊരു ടോപ്പിക്കുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ടീച്ചർ വേഴ്സസ് നോർമൽ ടീച്ചർ, കൂൾ ടീച്ചർ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമേ തന്നെ അഭി പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് സംസാരിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായിട്ടൊന്ന് സംസാരിക്കാം. ഗുരുദേവോ ഗുരു ബ്രഹ്മോ, ബ്രഹ്മോസ് അല്ലല്ലോടാ, ഗുരു സാക്ഷാൽ മഹേശ്വര, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ പാദപൂജയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഗുരുക്കന്മാരെ പൂജിക്കണോ, ദൈവതുല്യമായിട്ട് കാണണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ആ ഒരു പ്രസക്തിയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ് ഒന്നും ഇനി പറയാൻ പറ്റില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ നമ്മുടെ ഒപ്പത്തിനൊപ്പം എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ ബഡീസാണ്. അപ്പം പിന്നെ അവിടെ ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്നല്ല, അവർ നമ്മളെ കുറേ പഠിപ്പിക്കുന്നതുകൊണ്ട് അവരും നമ്മൾ ഈക്വൽ എന്നാണ് പറയുന്നത്. സോ നമ്മളെന്താ പറയുക, നമ്മൾ ഇന്നൊരു ടൂബിക്ക് വെദർ സ്ട്രിക്ട് ടീച്ചർ ഒരേ കൂൾ ടീച്ചർ. ആദ്യം നിൻ്റെ ഒപ്പീനിയൻ പറയാം, എന്നിട്ട് ഞാൻ തകർക്കാം. സ്ട്രിക്ട് ടീച്ചർ, കൂൾ ടീച്ചർ. ഓഫ്, എൻ്റെ സ്കൂൾ ലൈഫ് എനിക്ക് സത്യം പറഞ്ഞ ആയിരിക്കാൻ താല്പര്യമില്ല. എന്നാൽ താല്പര്യം തിങ് ഈസ്, എൻ്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒന്നിതാണ്. വേറെ എന്ന് പറയുന്നത് എൻ്റെ മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു. എൻ്റെ പേര് ഇപ്പം വ്യക്തമാക്കുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മൾക്കെതിരെ കേസെടുത്താലോ അതുകൊണ്ട് വേണ്ട. ഓക്കെ, അപ്പം അങ്ങനെ മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ കമ്പ്യൂട്ടർ ടീച്ചർ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫേവറേറ്റ് ആയ ആൾക്കാരുണ്ട്. പക്ഷെ ഇതിലൊക്കെ സ്ട്രിക്ട് ടീച്ചർ വരുന്നുണ്ട്. ഒരു സയൻസ് എന്ന സബ്ജക്റ്റ് വരും, അതിലൊരു അംഗമാണിത്. കെമിസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്സ് ആയിട്ട് വരുന്ന കുറേ ടീച്ചർമാരുണ്ട്. അതൊക്കെ ഇപ്പം എന്നെ കണ്ടാൽ അറിയുന്ന ചോദിച്ചാൽ അറിയാൻ ചാൻസ് കുറവാണ്. എന്നാലും അവരൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആണ് ലൈഫിൽ വരുമ്പോൾ. അപ്പം നിനക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണോ ഇഷ്ടം, അതോ കൂൾ ആയിട്ടുള്ള ടീച്ചേഴ്സാണ്? ആരാണ് നിന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ സ്ട്രിക്റ്റ് ആയ ടീച്ചർമാർ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ നമ്മൾ പതറും. പക്ഷെ കൂൾ ടീച്ചർ ആണെങ്കിൽ ആ ഒരു പേടി കാണില്ല, നമ്മൾ ചില്ലായിരിക്കും. നമ്മുടെ ടീച്ചർ നമ്മൾ സെയിം ബൈ വന്ന രീതിയിൽ മനസ്സിലായി. ഇനി ഞങ്ങളുടെ സൈക്കോളജി പറയാം. എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ സ്ട്രിക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ മസിൽ പിടിച്ചിരിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് മസിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിള്ളേർ ഓട്ടോമാറ്റിക്കലി നമ്മളെ കുറച്ച് ഭയക്കും. അങ്ങനെ ഭയക്കുമ്പം അവർ ഓട്ടോമാറ്റിക്കലി ഹോംവർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അസൈൻമെൻറ്റ് വെക്കും, നമ്മുടെ ക്ലാസ്സിൽ മാക്സിമം മിണ്ടാണ്ടിരിക്കും, കുരുത്തക്കേടുകൾ കുറയും. അപ്പം നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഭയം എന്ന വികാരം കുട്ടികളിൽ ജനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത്. ഇച്ചിരി ഫ്രീഡം കൊടുത്താൽ തലേ കയറിയിരുന്ന് നരങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ മിണ്ടതാ. പക്ഷെ ഇത് ശരിയോ തെറ്റോ, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, അതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അങ്ങനെ വേണോ അതോ കുട്ടികളെ പല പല രീതിയിൽ കൺട്രോൾ ചെയ്യണോ? ഇപ്പോഴത്തെ ടെക്നിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ പിള്ളേരെ പേടിപ്പെടുത്തി ഒന്നും ചെയ്യാൻ പാടില്ല. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ സംസാരിച്ചൊന്ന് പേടിപ്പിച്ചാലേ അല്ല, സംസാരിച്ച് പേടിപ്പിച്ച ആത്മഹത്യയും അതൊരു പ്രശ്നം. രണ്ടാമത് ബാലാവകാശ കമ്മീഷൻ വന്നിട്ട് നമ്മളെ കൂടുതൽ ടീച്ചേഴ്സിന് പ്രശ്നവും. അപ്പം ഞാൻ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. എൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഭയങ്കര മണ്ടിയായിട്ടുള്ള സ്റ്റുഡൻ്റാണ്. ഇപ്പോഴും മണ്ടത്തരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ബാക്ക് ബെഞ്ചറായിരുന്നു.
അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് എറണാകുളത്തുള്ള ഒരു നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ 5ാം ക്ലാസ്സിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറുണ്ട്, പേര് വരെ ഞാൻ കൃത്യമായിട്ട് അറിയാം, ഫിലോമിന ടീച്ചർ. അപ്പം ടീച്ചറിന് ഞാൻ ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ടും പഠിക്കാൻ മോശമായതുകൊണ്ടും എന്നെ കാണുമ്പോൾ എപ്പോഴും ഒരു രുചിയിലാണ്. പുള്ളിക്കാരത്തി ഭയങ്കര സ്ട്രിക്റ്റാണ്. ക്ലാസ്സിലെ ടീച്ചർ കയറി വന്ന പിൻ ഡ്രോപ്പ് സ്റ്റൈലിങ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, പെൻസിൽ ഡ്രോപ്പ് സ്റ്റൈലിങ്സ് ആണ്. ഡ്രോപ്പ് അടിച്ച ആരും ഇടത്തില്ല. പുള്ളിക്കാരി എന്നും വന്നിട്ട് കൃത്യമായിട്ട് എന്നോട് ചോദ്യം ചെയ്യും. കൃത്യമായിട്ട് ഞാൻ ഉത്തരവും പറയില്ല. അപ്പോൾ എനിക്ക് തല്ല് കിട്ടും, മൂട്ടയെ പിടിച്ചിരുത്തും, പിന്നെ ഇമ്പോസിഷൻ കിട്ടും. ഞാൻ സ്ഥിരം പരിപാടിയാണ് എന്ന് തന്നെ എപ്പോഴും. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ അടി കിട്ടുന്നത് ഇമ്പോസിഷൻ കിട്ടുന്നതൊക്കെ എന്താ പറയുക ഒരു സ്ഥിരം കാഴ്ചകളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്നെ മുട്ടയെ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സീനൊക്കെയാണ്. അപ്പം ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ഞാനിങ്ങനെയൊക്കെ ആയതുകൊണ്ട് അന്ന് ഈ ബോഡി ഷേമിങ് പോലെ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നാച്ചുറലാണ്. നമ്മളിതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോകാൻ, സ്കൂള് വിട്ട് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ട്രിപ്പിലാണ് പോകുന്നത് സ്കൂളിൻ്റെ. അപ്പോൾ സെക്കൻഡ് ട്രിപ്പിൽ പോകുന്ന പിള്ളേരെല്ലാം ക്ലാസ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു 10-20 പിള്ളേർ ഇരിപ്പുണ്ട്, ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പം ഫിലോമിന മിസ് ക്ലാസ്സിൽ കയറി വന്ന് ചുമ്മാ അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം മിസ്സിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ 4 ലൈൻ ബുക്ക് എടുത്തിട്ട് റണ്ണിങ് ലെറ്റർ എഴുതിക്കൊണ്ടിരുന്നു. ഈ റണ്ണിങ് ലെറ്റർ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൽ ക്യാപിറ്റൽ ജി വന്നു. അപ്പോൾ ജി വന്നപ്പോൾ ഇങ്ങനെയാണോ ജി എഴുതുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു കിഴുക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജി എഴുതാൻ നോക്കിയപ്പോഴും തെറ്റി, അടുത്തടി കിട്ടി. അടുത്തടിയും കഴിഞ്ഞിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബോർഡിൽ 4 വര വരച്ചു. എന്നിട്ട് ഇങ്ങനെയാണെന്ന് കാണിച്ചു തന്നെ. എനിക്ക് ആ പേടിയിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ എഴുതിയിട്ട് ജി വരുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ പിച്ചി അടിച്ചൊരു 10-14 അടി തോടയിലും കൈയിലും കാലിലും എല്ലായിടത്തും കിട്ടി. പക്ഷേ അവിടെ പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അത് ഒരു ഫീലല്ലേ, എന്നാലും ഇവരെന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ്. അവസാനം ബസ് വരുന്നിടം വരെ അടി തന്നുകൊണ്ടിരുന്നു. ഉള്ള സത്യം പറയാലോ, ഇതുവരെ ഞാൻ ജി എഴുതാൻ പഠിച്ചിട്ടില്ല. ജി എന്ന് പറയുന്നത് ഒപ്പിച്ച് വെക്കും, ഒരു സിക്ക് ഒരു വരയൊക്കെ കൊടുത്തിട്ട് വെക്കും. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷെ പുള്ളിക്കാരത്തിയുടെ സ്ട്രിക്ട്നെസ്സും ഉണ്ട്. എന്ത് നേടി എന്നുള്ളത് എനിക്കറിയില്ല ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സ്ട്രിക്റ്റ് ടീച്ചർ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിച്ച് നിർത്തുന്ന ടീച്ചേഴ്സ്, ഇനി ഞാനൊരു ടീച്ചറായിരുന്നു, എന്നെ പറ്റി ആസ് എ ടീച്ചർ എങ്ങനെയാണെന്ന് പിള്ളേർക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള പിള്ളേരുണ്ടാവും, ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ടാവും. അപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. ചിലപ്പം എന്നെ പേടിയുള്ള പിള്ളേരുണ്ടാവുമായിരിക്കാം. അപ്പം ഞാൻ പറയാം, ഒരു ടീച്ചർ ഒരിക്കലും ഒരു പെർഫെക്റ്റ് അല്ല, നോർമൽ പേഴ്സൺ. അതുകൊണ്ട് ഗുരുദേവോ എന്നൊക്കെ പറയുന്നതിൽ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ടീച്ചേഴ്സിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കുക, ഇതൊക്കെ എന്തോന്നല്ലേ. ടീച്ചേഴ്സ് ആർ നോർമൽ ഹ്യൂമൻ ബീങ്സ് വിത്ത് നോർമൽ ഇമോഷൻസ്. പിന്നെ പണ്ടുള്ള ടീച്ചേഴ്സൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഇതെന്തോന്നാ അവരൊക്കെ ഗൂഗിളോ അതോ മറ്റേ സാധനം എയോ ChatGPT അല്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഫ്ലോസ് ഉണ്ടാവും. പിന്നെ നമ്മൾ അവനെ ഒപ്പി പിടിച്ച് വെച്ച് ബഹുമാനിക്കുന്നതുകൊണ്ട് തർക്കുത്തരം പറയില്ല. അതാണ് ഈ ബഹുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പം ബഹുമാനിക്കുമ്പം നമ്മൾ ഒരു റെസ്പെക്റ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ജാടി എടുത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക്. പക്ഷെ ഇന്നത്തെ പിള്ളേരോട് അങ്ങനെയൊക്കെ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഇനിയൊരു കാര്യമുണ്ട്, നീ എന്തിന്റെ വർത്താനം പറ, കുറെ നേരമായി ഞാൻ അത് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. ഓൾറൗണ്ടർ ആയിരുന്നു. എന്നാ പിന്നെ നീ പറ, കുറച്ച് നിന്റെ അനുഭവങ്ങൾ പറയും. എന്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പം അത്ര വലിയ അനുഭവങ്ങളൊന്നും ഇല്ല. ഞാൻ മാത്സിൽ വീക്കായിരുന്നു. ഞാൻ കൊമേഴ്സ് എടുക്കുന്നത് ഞാൻ മാത്സിൽ വീക്കായിരുന്നു. ഇപ്പം +10 ക്ലാസ് വരെ മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു. അപ്പം ഒരു 7ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു, എന്നും ക്ലാസ്സിന് പുറത്തായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാനും ഈ ടീച്ചർ വെച്ചാൽ ഇപ്പം ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഇമ്പോസ്റ്റ് എഴുതിയിരിക്കും. ഹോംവർക്ക് തരും. ഹോംവർക്ക് ചെയ്യാൻ വയ്യ ഇംഗ്ലീഷിൽ. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ ക്ലാസ് വർക്കാണ്. അടുത്തിരിക്കുന്ന നോക്കി എല്ലാവർക്കും കിട്ടും. അപ്പം ഇതൊക്കെ ചെയ്ത് നിൽക്കുക. പക്ഷെ ആ ടീച്ചർ എന്ന് പറയുമ്പം സ്ട്രിക്റ്റ് ആണെങ്കിൽ തന്നെ ഒരു സമയം എത്തുമ്പം അത് നല്ല ഫ്രണ്ട്ലി ആവും. മീൻസ് അവർ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കും സ്റ്റൈലിൽ. ഇപ്പം തുടക്കത്തില് സ്ട്രിക്റ്റ് ആണെങ്കിൽ തന്നെ എക്സാമ്പിൾ ആസ് ടൈം മൂവ്സ് ഓൺ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അമ്മയും മോനും എന്നൊരു ഇതിലോട്ട് എത്തും. ആ ഒരു ഇതുണ്ട്.
ഇപ്പോഴും ടീച്ചർ കണ്ടാൽ ചിരിക്കുകയൊക്കെ ചെയ്യും മനസ്സിലായി. ടീച്ചേഴ്സ് ഒക്കെ ഒന്ന് ചിരിക്കുന്നതിലൊരു അതെ, അതെ, സന്തോഷം അതെ. എടുത്തത്. പിന്നെ നമുക്കൊരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എല്ലാ സാറ്റർഡേ നമുക്ക് 3 പീരീഡ് ഫ്രീ ആയിരുന്നു. പണ്ട് എപ്പോഴും സാറ്റർഡേ 3 പീരീഡ് ഫ്രീ ആണ്. അങ്ങനെ ആ ടീച്ചർ എപ്പോഴും നമ്മളെ കൊണ്ട് അവിടെ സ്മാർട്ട് ക്ലാസ് എടുത്തുമായിരുന്നു. സ്മാർട്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അടച്ചു പൂട്ടിട്ട റൂമിൽ ഒരു ഡിസ്പ്ലേ കാണിക്കും, അതിൽ ബോർഡ് കാണും, അതിൽ എന്തെങ്കിലും കാണിക്കും. നമുക്ക് നമ്മളെ സ്മാർട്ട് ബോർഡൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്, എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും. 90s കിട്ടാണ്. നമ്മൾ ഇച്ചിരി 90s ആയി, ഞാൻ 80s അത്രയും പ്രായമായിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഈ ഒരു സമയത്ത് ടീച്ചർ ഔട്ട് ഓഫ് നോവെയർ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു ലോട്ട് പേര് വിളിക്കാം, അതൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം എന്തോ ഒരു അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പേരെതി വന്നു സംസാരിക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ സ്റ്റേജ് ഫിയർ ഉണ്ട്, ഇതെന്നെ പേടിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം ഈ സ്റ്റേജ് ഫിയർ ഉള്ള ഞാൻ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ വായില്ല, ഒന്നും വരത്തില്ല, ഞാൻ പേടിച്ച്. പക്ഷേ ടീച്ചർ പറഞ്ഞു പേടിക്കണ്ട, സ്ട്രിക്റ്റ് ആണ് തന്നെ, പേടിക്കണ്ട, എന്താ പറയുക അത് പറഞ്ഞാൽ മതി, ആരും കഴിക്കാനൊന്നും പോണില്ല, ഇന്ന് രീതി ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ആൻഡ് ഇറ്റ് വാസ് ഓക്കെ. അപ്പം അന്ന് ഈ മനസ്സിലെന്ന് വെച്ചാൽ എത്ര സ്ട്രിക്റ്റ് ആയാലും ഒരു മനുഷ്യരാണ് എന്ന സംഭവം. അതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയണം, നേരത്തെ പറഞ്ഞ കഥയിൽ, അതായത് 10-14 അടിയും മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയൊരു കഥയുണ്ട്. വീട്ടിൽ ചെന്ന ഉടനെ എന്നെ മാനസികമായി തകർന്ന് കട്ടിലേക്ക് കിടന്ന് ഞാൻ ഒരു കരച്ചിലായിരുന്നു. സാധാരണ വീട്ടിൽ പോയി ആദ്യം ചെന്ന് ചായയും കാപ്പി അടിക്കലാണ് പരിപാടി. പക്ഷെ അന്ന് ഞാൻ ബോണ്ട് അടിക്കാൻ പോയില്ല. അപ്പം എൻ്റെ അമ്മ ഒന്ന് ചോദിച്ചു, നിനക്ക് വിശക്കുന്നില്ലേന്ന്. അപ്പം ഞാൻ കരയുന്ന കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നെ അടിച്ച പാടൊക്കെ കാണിച്ചു കൊടുത്തു, തുടയിലൊക്കെ നല്ലതായിട്ട് കിടക്കുന്നു. അയ്യോ ഇതാരാ മോളെ, എന്തിനാ മോളെ? അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു നന്നായി പോയി. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ പത്രത്തിൽ വാർത്ത, ന്യൂസ്, പിന്നെ ഡിബേറ്റ് എന്നൊക്കെ കണ്ടേനെ. പക്ഷേ ഈ അടി കൊണ്ടും വഴക്ക് കേട്ടും വളർന്നിട്ട് എന്താണ് നമുക്ക് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തിരിച്ചടികൾ കിട്ടുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ഒരു കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ പോലെ തൊട്ടാവാടികളായിട്ട് കിട്ടുന്നില്ല. നമ്മളിത് അടിയും ഇടിയൊക്കെ കിട്ടാം, കൂടിപ്പോയാൽ അടി കിട്ടുമായിരിക്കും, അത്ര. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ തെറി വിളിക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഒരു വിമിഷ്ടം, അത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇതല്ല. വേറൊരു കോമഡി പറയാം. വേറൊരു മാത്സ് ടീച്ചർ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇതേ സ്കൂളിൽ തന്നെ, സിസ്റ്റർ സവിത. ദൈവമേ, ഞാൻ എല്ലാവരുടെയും പേര് റിവീൽ ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അവരാരൊന്നും എനിക്ക് കേൾക്കാൻ പോണില്ല, ഞാൻ വൈറലാവാനും പോകുന്നില്ല എന്നുള്ള കുറച്ച് വിശ്വാസത്തോടുകൂടിയാണ്. പുള്ളിക്കാരത്തി ഭയങ്കര മാത്സ് പഠിപ്പീരാണ്. അത് ഈ പോലെയാണ്, എനിക്ക് മാത്സ് തലേ കയറില്ല. അപ്പം എപ്പോഴും തോറ്റ് കിടന്നിട്ട് അവസാനം ഒരു ഫുൾ ചാപ്റ്റർ മാത്സ് 200 തവണ എന്നെ കൊണ്ട് ഇംഗ്ലീഷ് ചോദിച്ചു. ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഫുൾ ചാപ്റ്റർ നമ്മുടെ 5-6 പേജ് വരും, അതിൻ്റെ അകത്ത് ഫിഗർ 2.1 എന്നൊക്കെ വരുന്നത് പോലും നമ്മൾ എഴുതണം. മനസ്സിലായോ? ടെക്സ്റ്റിലുള്ള ഫുൾ ടെക്സ്റ്റ് 200 തവണ. അത് 200 തവണ ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ എത്രയെങ്ങാണ്ട് ആയപ്പോഴത്തേക്കും എനിക്ക് പറ്റിയില്ല. അടുത്ത ദിവസം, ഒരു ദിവസം കൊണ്ട് ഇന്ന് കമ്പോസിഷൻ നാളെ 200 തവണ എഴുതി കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നെ കൊണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും സിസ്റ്റർ എന്നെ ഇറക്കി വിട്ട്, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അതിന് എഴുതിയിട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിരുന്നു. അത് 200 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പേര്. 200 തവണ ഒരു ചാപ്റ്റർ, അത് മാത്സിൻ്റെ ഒരു ചാപ്റ്റർ ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റാണ്. എനിക്ക് തോന്നി കഥ എഴുതാനുള്ള കഥ ഒരു പക്ഷെ സ്പാർക്കായിരിക്കും അത്. പക്ഷെ ഒരു കാര്യമില്ല, അന്നത്തെ കാലത്ത് ഇത് ഇമ്പോസിഷനിലൊന്നും നമ്മൾ കള്ളത്തരം കാണിക്കില്ല. പേടിയാണ്, ഇവരെല്ലാ ലൈനും വായിച്ചു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കുറെ സ്കിപ്പ് ചെയ്ത് ആദ്യം ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വരും. ഇപ്പൊ എങ്ങനെയാ ഇമ്പോസിഷൻ എഴുതാൻ കൊടുത്ത് 4 പേന ഒരുമിച്ച് കൂട്ടുള്ള പറഞ്ഞിട്ട് കിട്ടി പിള്ളേർ സൂപ്പറായിട്ട് പ്രിന്റ് എടുത്തോണ്ട് വരിക. അതുകൊണ്ട് ഈ സ്ട്രിക്ട്നെസ് കൊണ്ട് പിന്നെ ഉണ്ട് കഥ. ഇനി നിന്റെ കഥ പറഞ്ഞിട്ട് ഞാൻ പറയാം, ഇല്ലെങ്കിൽ എന്റെ കഥകൾ മാത്രമേ പോകും. എനിക്ക് അങ്ങനെ കഥകൾ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്, ഒരുപാടുണ്ട്. ഞാൻ സ്കൂൾ ലൈഫല്ലേ, പ്രേമിച്ചു പോകും. അപ്പം പ്രേമിക്കാൻ വേണ്ടി ഒരു കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പം കൊച്ചിനെ വളക്കനായിട്ട് ഞാൻ പഠിച്ച പടി പതിച്ചു നോക്കി, നടന്നില്ല. അങ്ങനെ
അങ്ങനെ ഒരു നിമിഷത്താണ് ഞാൻ അറിഞ്ഞത് ടീച്ചർ ആ ക്ലാസ്സിൽ ബയോളജി പഠിപ്പിക്കുന്നുണ്ടോ. പിന്നെ ടീച്ചറിന്റെ പ്രശ്നമല്ല, ടീച്ചറിന്റെ ഇതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം പഠിപ്പിച്ചത് ആദ്യം ചോദിച്ചിട്ടേ ക്ലാസ് തുടങ്ങും കേട്ടോ. സോ അതെനിക്ക് അറിയാലോ. അത് ഞാൻ കയ്യിലെടുത്തു. ഞാൻ രാവിലെ ഒരു 10-20 കോട്ട എഴുതി ഒരു കളർ പേപ്പറിൽ ഉണ്ടാക്കി ടീച്ചറിനെ കൈ കൊടുക്കും. ടീച്ചറിന് കാര്യം മനസ്സിലായി. തിരിച്ച് ചോദ്യം ചോദിക്കില്ല. എന്നും രാവിലെ വെയിറ്റ് ചെയ്യും എനിക്ക് വേണ്ടി ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ. എന്നിട്ട് എന്നും ആ കൊച്ചിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാമോ. അവള് പറയും അവളുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ ഇവര് സ്വയമോ നന്നേ വന്നെ കുമ്പസരിച്ചു. അപ്പം പിന്നെ അത് നടന്നില്ല. ബിക്കോസ് കുട്ടികളല്ലേ, അത് പറഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ തേപ്പ് കിട്ടുക എന്നുള്ളത് ഒരു അനുഭവമായിട്ട് വേണം നമ്മൾ എടുക്കുന്നത്. എക്സ്പീരിയൻസ് ടേപ്ഡ്. ഓക്കെ, അടുത്തത് അവൻ ടേപ്ഡ് ആണ് കേട്ടോ. ഓക്കെ, എനിവേസ് അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ടീച്ചർമാരുണ്ട്. ഈ കുന്ത എഴുതിക്കൊണ്ട് വന്നിട്ട് തോട്ട്സ് എഴുതിക്കൊണ്ട് വെച്ചിട്ട് അവിടെ സുഹൃത്തില്ല, ഇത് ഞാൻ ഇന്ന ക്ലാസ്സിൽ പോയി 9B പോയിട്ട് അവിടെ വായിക്കാൻ കൂടെ വേണം. എന്നിട്ട് അത് ഇവൻ എഴുതിയതാണെന്ന് പറഞ്ഞ് അവിടെ കൊടുക്കണം. അതായത് ഇവനെ പ്രൊമോട്ട് ചെയ്യലും കൂടെ ആയിരുന്നു എന്റെ പണി. വെറുതെ എന്നെ വേണ്ടിയിട്ടില്ല, പഠിപ്പിച്ചു എന്നുള്ളൊരു അപരാധം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്നെ കൊണ്ട് ഇവന്മാരെന്നെ മാമാപ്പണി എടുപ്പിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അല്ല, അപ്പം നമ്മളെ ടീച്ചർമാരെന്ന് പറയുമ്പോൾ പഠിപ്പിക്കുകയും ചെയ്യും, ഇതുപോലത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇനി അതുകൂടെ പറഞ്ഞു വെച്ചു കൊടുത്ത് വളം വെച്ചു കൊടുത്തത്. അടുത്ത് അങ്ങനെ അപ്പം ഇപ്പൊ സ്ട്രിക്ട് ടീച്ചർ അല്ലെങ്കിൽ കൂൾ ടീച്ചർ എന്ന് പറയുമ്പം ഈ സ്ട്രിക്റ്റിൽ നിന്ന് കൂളായ ആൾക്കാരുണ്ട്, കൂടുതൽ സ്ട്രിക്റ്റ് ആയ ആൾക്കാരുണ്ട്. അത് എല്ലാം അത് വന്നപ്പോൾ വീണ്ടും ഒരു കഥ പറഞ്ഞു തന്നെ. എനിക്ക് പിന്നെ കഥകളുടെ ഒരു മമ കഥയ മമ ഇതിനോട് സാധനങ്ങളും കഥകളുടെ മഹാസാഗരം. കഥ പറയാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അടി കൊണ്ട് ഇമ്പോസിഷൻ എഴുതി മുട്ട നിന്നിട്ടൊക്കെയാണല്ലോ ടീച്ചറായത്. അപ്പോൾ ടീച്ചറാവാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു താല്പര്യമില്ല. എന്നിട്ട് ജീവിതത്തിൽ എനിക്ക് സ്കൂളിൻ്റെ പടി എടുക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഒരു ജോലിയും കിട്ടാതെ വന്നപ്പോൾ ടീച്ചറായിരുന്നു. അപ്പം അങ്ങനെ ടീച്ചറായിട്ട് ഈ സ്കൂളിൽ വന്നപ്പം മാഡത്തിൻ്റെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ക്ലാസ് എപ്പോഴും ഡിസിപ്ലിൻ ആയിരിക്കണം, നോയ്സി ആവരുത്, നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം, പിള്ളേരോടൊന്നും അങ്ങനെ അധികം മുഖത്തൊക്കെ ഇടുന്ന രീതിയിലുള്ള കോമ്പൗണ്ട്സൊന്നും പാടില്ല. അപ്പം അങ്ങനെ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു വിചാരം അനുസരിച്ച് നമ്മൾ പിള്ളേരെ തല്ലണം, എനിക്കെങ്ങനെയാണോ കിട്ടിയത് അങ്ങനെ വേണം ഞാൻ പിള്ളേരെ വളർത്താൻ. എന്താണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പം ഞാൻ പിള്ളേരെ അടിക്കണം, ഞാൻ പിള്ളേർക്ക് പൊസിഷൻ കൊടുക്കണം, ഞാൻ മാക്സിമം അവരെ ദ്രോഹിക്കണം, എന്തൊക്കെ രീതിയിൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആദ്യത്തെ വർഷം ഞാൻ പഠിപ്പിക്കാൻ കയറിയത്. അപ്പം ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസോ ഏതാണ്ട് ആൻസറോ ചോദിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ മാഡം പ്രിൻസിപ്പളായിട്ട് വരുന്നുണ്ട്. അപ്പം മാഡത്തിനൊന്ന് ഇമ്പ്രസ് ചെയ്ത് കളയാം, മാഡത്തിനൊന്ന് ഇമ്പ്രസ് ചെയ്ത് കളയാം. ഏതോ ഒരുത്തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് വടിയെടുത്തൊരു കൊച്ചിനെ തല്ലുന്ന ഒരു കൊച്ചിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു. അവനെവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ചോദ്യവും കേട്ടില്ല, ഉത്തരവും അറിയത്തില്ലായിരുന്നു. നീട്ടടാ എന്നും പറഞ്ഞിട്ട് ഒറ്റയടി. ഞാനിത് നോക്കുന്നുണ്ട്, മാഡം ഇത് കാണുന്നുണ്ടെന്ന്. മാഡം കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മാഡം ഇതോടുകൂടി ഇമ്പ്രസ്ഡായി കാണും. അപ്പം ഞാനങ്ങനെ ഇമ്പ്രസ്ഡായി, സന്തോഷമായി. ഞാനൊരാളെ ഒരു കുട്ടീനെ തല്ലി മാഡം കണ്ടു. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചറാണെന്ന് മാഡം വിചാരിച്ച് കാണും. ഇനി എൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിന്ന് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മാഡം എന്നെ മാഡത്തിൻ്റെ റൂമിലോട്ട് വിളിച്ചു. മാഡം എന്നെ റൂമിലോട്ട് വിളിപ്പിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ പോവാണ്. ക്രെഡിറ്റ് തരാനായിരിക്കും. ഇങ്ങനെ വേണമല്ല, അതിനെ ഗുഡ് എന്ന് പറയുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കുട്ടികളെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോഴാണ് ഇങ്ങനെയാണോ എനിക്കാണ് അവരുടെ അടുത്ത് അടി കൊടുത്തിട്ട് മോനെ ഞാൻ മാഡം പോയി കഴിഞ്ഞിട്ട് മോനെ വല്ലതും പറ്റിയോ സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മാഡം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്വഭാവം മാറ്റി. പക്ഷേ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഡോണ്ട് യൂസ് സ്കെയിൽ ഓർ സംതിങ് ഒക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും കിട്ടി. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കിട്ട് കിട്ടി, പക്ഷെ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള യോഗമില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലോട്ട് കൊണ്ടുവരേണ്ടതെന്നുള്ളത് അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. വടിയെടുത്തും മണ്ടയ്ക്ക് വിളിച്ചും നീ മണ്ടനാണ് ഇഡിയറ്റാണെന്നൊക്കെ പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. നമ്മളവരുടെ കൂടെ ഇറങ്ങിച്ചെന്ന് എന്താണ് നിൻ്റെ പ്രശ്നമെന്ന്. പക്ഷെ 10-50 പിള്ളേരുടെ ക്ലാസ്സിൽ കൂടെ ചെന്ന് ഇറങ്ങിയിട്ട്
എത്ര ഡിവിഷൻ, എത്ര പിള്ളേര്, എല്ലാവരും നമ്മൾ മാനേജ് ചെയ്യും. പിന്നെ നമുക്ക് സ്ട്രിക്റ്റ് ഓർഡേഴ്സ് ഉണ്ട്. ക്ലാസ് എപ്പോഴും 50 പിള്ളേരുള്ള ക്ലാസ്സിലെ പിള്ളേരോട് പിൻ ഡ്രോപ്പ് സൈലൻസ്, ആദ്യം ചെറുപ്പക്കാർ പിള്ളേരോട് പിൻ ഡ്രോപ്പ് സൈലൻസ് ആദ്യമേ നമ്മളിവിടെ കിടന്നു. അപ്പം നമ്മൾ ക്ലാസ് ആക്റ്റീവ് ആക്കണം, ജെന്റിലാക്കണം. ഇച്ചിരി ആക്റ്റീവ് ആക്കിയ പിള്ളേരും കൂടെ പാടും. അത് നമുക്ക് അതുണ്ടാവുകയാണ്. അപ്പം പിന്നെ കൂൾ ടീച്ചർ, ഇനി നീ പറ. എടാ എപ്പോഴും ഇങ്ങനെ അല്ല പറഞ്ഞു പോകുമ്പോൾ രസമുണ്ടല്ലോ, കേട്ടോണ്ടിരിക്കും, ഇന്റർവ്യൂ ഫീൽ ഉണ്ട് എന്തോ. ഇനി നമുക്ക് കുറച്ച് കൂൾ ടീച്ചേഴ്സിന്റെ കാര്യം പറയാം. എടാ ഈ കൂൾ ടീച്ചേഴ്സിനെ ഞാൻ കണ്ടുമുട്ടിയേക്കുന്ന മുഴുവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. നമ്മൾ ഇച്ചിരി അഡോളസൻസ് കഴിഞ്ഞ് അഡൽട്ട് ഫുഡിലോട്ട് കയറുന്ന സമയത്താണ് തോന്നുന്നു കുറച്ച്. ഈ BEd കോളേജിലൊക്കെ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഹേമ ടീച്ചറുണ്ട്, ഇപ്പോഴും നല്ല കമ്പനിയാണ്. പുള്ളിക്കാരത്തി ഈ ഫിലോസഫിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ ഒരു ഒറ്റ പ്രശ്നമുള്ളത്, എപ്പോഴാണ് സീരിയസ് ആവാൻ അറിയത്തില്ല. നമ്മുടെ കൂടെ ചിരിച്ച് സംസാരിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി പിന്നെ നമ്മൾ ശരി ഇങ്ങനെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എടാ മനുഷ്യരാണ്, സ്ട്രിക്റ്റ് ആൻഡ് കൂളല്ല. നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരെ ഹാൻഡിൽ ചെയ്യണമെന്ന് അത് പഠിക്കുക. ഇപ്പം ടീച്ചേഴ്സിന് മണി അടിച്ച് കിടക്കുന്ന പിള്ളേരുണ്ട്. അതിപ്പോൾ എത്ര സ്ട്രിക്റ്റ് ടീച്ചറാണെങ്കിലും ഈ മണിയടിയിൽ വീഴും. ദിവസവും വന്ന് ടീച്ചർ ചോക്ക് വേണം, ടീച്ചർ ടെസ്റ്റ് എടുത്തുകൊണ്ട് വെക്കട്ടെ, ടീച്ചർ പേന വേണോ, ഇങ്ങനെയുള്ള എനിക്ക് മണിയുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഇവനിപ്പോഴും ഫോട്ടോ എഴുതുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അന്നത്തെ എഴുത്ത് ഇവന് ഈസ്റ്റിൽ ക്യാരിങ് ഇറ്റ്. അത് നല്ലതാണ്. എനിക്ക് താല്പര്യമുള്ളൂ ഇവൻ്റെ ആ ഒരു എഴുത്ത് കയറി വരട്ടെ. അവൻ്റെ ഒരു പോഡ്കാസ്റ്റിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കയറി വരട്ടെ എന്നുള്ളതാണ്. അല്ലാതെ പോട്ടെ. എന്നിട്ട് അങ്ങനെ കൂൾ ടീച്ചേഴ്സ്, നല്ല കൂളായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടീച്ചറുണ്ട്. അതിപ്പോൾ തൽക്കാലം പറയാൻ പറ്റില്ല. വെച്ചാല് അത് വേണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വിവാദമാകും. പറ നിന്റെ എന്ന് പറയുന്നത് കൂൾ ടീച്ചേഴ്സ്. കൂൾ ടീച്ചേഴ്സ് കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ ഡ്രോയിങ് സാർ നൈസ് സാറായിരുന്നു. ആ സാറ് ഇപ്പം ഡ്രോയിങ് നമുക്ക് 9, 10 ആ സമയത്തൊക്കെ ക്രാഫ്റ്റ് ആയിരുന്നു. ക്രാഫ്റ്റ് സാറാണുള്ളത്. സാർ എന്നെ പിടിച്ചിരിക്കട്ടോ. എന്നിട്ട് സാർ പറഞ്ഞു വെച്ചാൽ ഈ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കണം, ക്രാഫ്റ്റ് ചെയ്ത് വാങ്ങിച്ച് പേര് ചെയ്യിക്കണം, അല്ലാത്ത പേര് പറയണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്തായിരുന്നു. സാറിന് എന്തെങ്കിലും വിശ്വാസം ഞാൻ മുതലെടുത്തു. ഓക്കെ, സാർ കാണുന്നുണ്ടെങ്കിൽ എന്നെ മറുക്കരുത്. ഓക്കെ ഓക്കെ. എനിക്ക് സ്ട്രിക്റ്റ് ടീച്ചേഴ്സ്, എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയും വെറുക്കപ്പെട്ട ഒരു ജീവിതമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. ഞാൻ 10ാം ക്ലാസ് വരെ ഒരു 6 സ്കൂളിലായിട്ട് സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് മാത്രമായിട്ട് സ്കൂളിലാണ് മാത്രമായിട്ട്. കാരണം 9ന് മലയാളത്തിന് തോറ്റു. മലയാളത്തിന് തോറ്റിട്ട് മലയാളം റീടെസ്റ്റ് ചെയ്തു. ഞാൻ മലയാളത്തിന് തോക്കാനൊരു കാരണമുണ്ട്. അതൊരു സ്ട്രിക്റ്റ് ടീച്ചറിൻ്റെ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് തോറ്റത്. അങ്ങനെ ഇപ്പം താൻ ജയിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് തോപ്പിച്ച് എന്നെ കൊണ്ട് 2ാമത് പരീക്ഷ എഴുതി ജയിക്കാനുള്ള മാർക്ക് ജസ്റ്റ് ഇട്ട് എന്നിട്ട് TC എന്ന് പറഞ്ഞു വിട്ട് ഞാൻ വേറെ സ്കൂളിൽ പോവുകയായിരുന്നു. സംഭവബഹുലമായ ഒരു ജീവിതമാണ് എൻ്റെത്. ഇവിടെ അന്നൊക്കെ അത് നാണക്കേടാണ്. നമ്മൾ തോറ്റുപോയി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഉണ്ടായാലും. പിന്നെ കുറേ പേര് നമ്മുടെ ഒപ്പം തോക്കാനുണ്ട്. ഇന്നിപ്പോൾ ആരും തോക്കുന്നുണ്ട്. എല്ലാവർക്കും A+ ആണല്ലോ. മാത്രമല്ല 95, 96, 99.8 ഒക്കെയാണ് മാർക്ക്. ഞാനൊക്കെ ജയിക്കാൻ മാത്രം മാർക്ക് മേടിച്ചാണ് കയറി പോന്നേക്കുന്നത്. അപ്പം എൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ മാത്സ് പേടിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഈ സിസ്റ്റർ സവിത 100-200 തവണയും 300 തവണയൊക്കെയാണ് ഇമ്പോസിഷൻ എഴുതിച്ച് മനുഷ്യനെ മെനക്കെടുത്തേക്കുന്നത്. പക്ഷെ 10ാം ക്ലാസ് വന്നപ്പം മാത്സ് പഠിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു ടീച്ചർ സിസ്റ്ററിനെ കിട്ടിയ സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ നല്ല ഫേമസ് ആണ്. സിസ്റ്റർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഭയങ്കര കൂളാണ്. നമ്മുടെ കഥയൊക്കെ പറഞ്ഞുതരും. സിസ്റ്റർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും കൂടെ ആയതുകൊണ്ട് സിസ്റ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. സിസ്റ്റർ ഞങ്ങൾക്ക് പുസ്തകമൊക്കെ തരും. സെക്ഷൻ എഡ്യൂക്കേഷൻ പുസ്തകം സിസ്റ്റർ വന്നിരുന്നത്. അച്ഛാ ഞാൻ ഇവിടെ നിന്ന് വന്നു, അമ്മി ഞാൻ ഇവിടെ നിന്ന് വന്നു. ഞങ്ങൾക്ക് ഈ പുസ്തകം സിസ്റ്റർ ഓരോ ആഴ്ച കീപ്പ് ചെയ്യാൻ തരും. അത് നമ്മൾ പൊതിഞ്ഞ് വെക്കണം. വീട്ടുകാരും കാണാനും നിങ്ങൾ വായിച്ച് പോകണം. വായിച്ച ഒരു കുന്തം മനസ്സിലാവില്ല. ഇതിനെന്താണ് ഇത്ര സീക്രസി എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എന്തായാലും ആ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ലാന്ന് തോന്നിയ. അപ്പം സിസ്റ്റർ മാത്സ് പഠിപ്പിക്കുന്നത്. സിസ്റ്ററിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ.
പറ്റുന്ന പോലെയൊക്കെ മാത്സ് വർക്കൗട്ട് ചെയ്ത്. അപ്പോൾ ഒരു ഫ്രൈഡേ ഞങ്ങൾക്ക് ഓൾജിബ്ര പഠിപ്പിച്ചിട്ട് നെക്സ്റ്റ് മൺഡേ ഞങ്ങൾക്ക് ഓൾജിബ്രയുടെ എക്സാം ഇട്ടേക്കാണ്. അപ്പം വേറെ ഒരു സബ്ജക്റ്റും പഠിച്ചില്ല. സാറ്റർഡേ സൺഡേ ഫുള്ള് കൂട്ടിയിരുന്നുകൊണ്ട് ഓൾജിബ്ര ഇക്വേഷൻ മുഴുവൻ പഠിച്ചു. കാട്ടൊക്കെ ഇരുന്ന് പഠിച്ച് പേപ്പറിൽ കണക്കിന് എഴുതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്ന് പഠിച്ചു. എൻ്റെ പൊന്നു മോനെ പരീക്ഷയ്ക്ക് ഹോളിൽ കയറി. ബാക്ക് ബെഞ്ചറാണ്. അപ്പോൾ ബാക്ക് ബെഞ്ചിലിരിക്കുന്നത് എൻ്റെ തൊട്ടിപ്പുറം ഇരിക്കുന്നത് എന്നെപ്പോലെ എന്നെ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ രണ്ടുപേരും ഇരുന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ തന്നു. എങ്ങനെ ആലോചിച്ചിട്ടൊന്നും ഓർമ്മ വരുന്നില്ല. ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ എഴുതി പഠിച്ചതാണ്. എനിക്ക് ഒരു ഇക്വേഷൻ പോലും ഓർമ്മ വരുന്നില്ല. പേടി, എന്തൊക്കെയോ പേടി. അവസാനം ഞാൻ പോയി സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ ഞാൻ എഴുതി പഠിച്ചതാണ്, ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, അത് പറ്റില്ല, തനിക്ക് അറിയാവുന്ന പോലെ തന്നെ എഴുതാൻ പറ്റും, എഴുതിയേ പറ്റൂ, വാശി പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞ സിസ്റ്റർ സത്യമായിട്ടും പഠിച്ചതാണ്, എനിക്കൊന്ന് ജസ്റ്റ് നോക്കാനെങ്കിലും ഒരു പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടു. അവസാനം പരീക്ഷ എഴുതി. 10ന് -1 ആ പാടെ ഒരു ലൈൻ എഴുതിയുള്ളൂ. -1 വിട്ടിട്ട് സിസ്റ്റർ ഇങ്ങനെ തന്നു വിട്ടു. അപ്പോൾ അതിൻ്റെ പ്രതികാര നടപടി എന്നോണം അടിയും ഇമ്പോസിഷനുമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മാത്സ് ഒരു പേടി സ്വപ്നമായി. അതുകൊണ്ട് എന്ത് പറ്റി, അന്നത്തെ കാലത്ത് SSLC ആണ്. അന്നത്തെ SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് കയറുന്നതിൻ്റെ ഒരു ഫീലിംഗ് ആണ്. അത് ഇന്നത്തെ പിള്ളേർക്ക് പോലത്തെ അല്ലല്ലോ. അപ്പം അയ്യോ, ഞാൻ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. അതെ. അപ്പം ഫൈനൽ പരീക്ഷ വന്നു. ഈ ഫൈനൽ പരീക്ഷയും വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് മാത്സ് പരീക്ഷ വച്ചേക്കുന്നത്, ബോർഡ് എക്സാം വെച്ചേക്കുന്നത്. അപ്പം കറക്റ്റ് വെള്ളിയാഴ്ച പരീക്ഷ കഴിയുന്നത് എനിക്ക് പനി തുടങ്ങുന്നു. പേടിപ്പനിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മെസ്സിൽ ചെന്നിട്ട് ഏതോ ഒരു സിസ്റ്ററിൻ്റെ ദേഹത്ത് ഇങ്ങനെ തൊട്ടപ്പത്തേക്കൂടെ തൻ്റെ ദേഹം പൊള്ളുന്നറിയോ, നോക്കിയപ്പോൾ 104 പനിയുണ്ട്. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടാണ് എൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ വിളിപ്പിക്കുന്നത്. അപ്പം പറയുന്നത് തിങ്കളാഴ്ച മാത്സ് എക്സാമാണ്, ഈ പുള്ളിക്കാരി മാത്സിന് വളരെ വീക്കാണ്, എഴുതിപ്പിക്കാൻ പറ്റുകയില്ല, എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ തോക്കും, സ്കൂളിന് നാണക്കേടാവും, 100% വിജയമുള്ള സ്കൂളാണ്, അതുകൊണ്ട് എഴുതിപ്പിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ജെസ്സിമേരിയ, സിസ്റ്റർ ജെസ്സിമേരിയ. സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു പറ്റുകയില്ല, എഴുതിപ്പിക്കണമെന്ന് പറഞ്ഞു. സ്ട്രോങ് ആയിട്ട് കൂൾ ടീച്ചർ പുള്ളിക്കാരത്തി എന്ത് വന്നാലും. എന്നിട്ട് ഞാൻ ബോധമൊന്നുമില്ലാതെ കിടക്കുമായിരുന്നു. സിസ്റ്റർ എന്നെ കൊണ്ട് എൻ്റെ ചെവിക്കടിയിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പരീക്ഷ എഴുതാൻ പോയത് ആംബുലൻസിൽ. എക്സാമിനേഷൻ ഹാളിൽ സെപ്പറേറ്റ് ഒരു മേശ ഒരു കസേര, ട്രിപ്പ് ഇങ്ങനെ കയ്യിൽ കൊണ്ടിരിക്കുന്നു, കരിക്കിൻ്റെ വെള്ളം ഇരിക്കുന്നു, പരീക്ഷ എഴുതുന്നു. ഒരു ബോധമില്ലാണ്ട് മാത്സ് പേപ്പർ 1 രാവിലെ, പേപ്പർ 2 ഉച്ചയ്ക്ക്, 2 പേപ്പറുണ്ട്. ഈ 2 പേപ്പർ എഴുതി. എൻ്റെ പൊന്നു മോനെ നീ വിശ്വസിക്കില്ല, ഒരെണ്ണത്തിന് 50-50, ഒരെണ്ണത്തിന് 50-45. സ്വബോധത്തോടെ എഴുതിയ ഞാൻ. എന്നിട്ട് ഈ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞു, ഞാൻ +2 അല്ല, പ്രീ ഡിഗ്രിക്ക് മാത്സ് എടുക്കുന്നത്. അച്ഛനും അമ്മയും പറഞ്ഞു വേണ്ട. ഇപ്പൊ പോലും എനിക്ക് മാത്തമെറ്റിക്സ് എന്താ പറയുക, ഒരു ടേബിൾ ചോദിച്ചാൽ, അല്ല 100-ന് 9 പോയ എത്ര ചോദിച്ചാലൊക്കെ ഞാൻ എപ്പോഴും വേർക്കും. മാത്സിൽ ഒരു രീതിയിൽ അത് അന്ന് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ റിലാക്സ് ചെയ്യുക, തനിക്ക് വയ്യ എഴുതിയാൽ മതി, തനിക്ക് ഓർത്തെടുത്തിട്ട് എഴുതാം. അങ്ങനെ ഒരു കോൺഫിഡൻസ് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മാർക്ക് ഇത്രയും കിട്ടത്തില്ലായിരിക്കാം. കാരണം ബോധത്തോടെ എഴുതിയാൽ അല്ലേ, അല്ലാത്ത രീതിയിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ഇത് തന്നിരുന്നെങ്കിൽ ശരിയാണ്. അപ്പം അതേപോലെ ഞാൻ ബോധമില്ലാതെ കിടന്നപ്പോഴാണ് മറ്റേ സിസ്റ്റർ എൻ്റെ ചെവിയിൽ, അടുത്ത ദിവസം സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു, ടീച്ചർ സിസ്റ്റർ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. കൂൾ ടീച്ചർ പുള്ളിക്കാരത്തി ഇരുന്ന് എന്തൊക്കെയോ വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബോധത്തിലല്ലായിരുന്നു. പരീക്ഷ എഴുതി, അവസാനം വരെ പരീക്ഷ എഴുതി. ഞാൻ ഭയങ്കര എഴുതിയത് മലയാളത്തിലായിരുന്നു. പക്ഷെ മലയാളത്തിൽ ജസ്റ്റ് എങ്ങനെയോ അന്ന് പിന്നെ 12ാം ക്ലാസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്കുള്ള അഡ്മിഷൻ്റെ ഒരു പാർട്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ പിള്ളേരതൊക്കെ എന്താ പറയുക, 10ാം ക്ലാസ്സിൽ ഫുൾ A വേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടുന്നതൊക്കെ കിരീടമായിട്ട് കണക്കാക്കുന്നത്. നമുക്കന്ന് ജയിച്ചാൽ മതി നമ്മൾ സ്വപ്നം കൊണ്ട് നടക്കുന്നവരാണ് അന്നത്തെ കാലത്ത്. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവുമോ എന്തോ. ഇപ്പോഴത്തെ പിള്ളേരുടെ വേറൊരു കോമഡിയുണ്ട്, ഒരു പരീക്ഷയ്ക്കും ജയിക്കത്തില്ല. എല്ലാ പരീക്ഷയ്ക്കും കോപ്പി അടിക്കും, എല്ലാ പരീക്ഷ എഴുതി കഴിയും.
എന്നിട്ട് അവസാനം പരീക്ഷയുടെ റിസൾട്ട് ഒരു അയ്യോ ടീച്ചറെ എനിക്ക് 85% കിട്ടേണ്ടതായിരുന്നു. ഞാൻ അത്രയ്ക്കും ട്രൈ ചെയ്തു. അവനെ എങ്ങനെയോ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ. അത് കേൾക്കണ്ട. ഓക്കെ എടാ വീണ്ടും ഞാൻ തന്നെ ലീഡ് ചെയ്യുന്നു. എനിക്ക് ഇത് പറയുമ്പോൾ പരീക്ഷ പറയുമ്പോൾ ഓർമ്മ വന്നത് ഈ പണ്ട് നമ്മുടെ ഹിന്ദി സാർ, ആ സാറ് എക്സാം കഴിഞ്ഞ് നമുക്ക് പേപ്പർ എഴുതുമ്പം പേപ്പറിന് ഒരു എച്ച് ഇടും. സംഭവം എന്ന് വെച്ചാൽ കോപ്പി അടിച്ച് മീൻസ് 2 ഐഡന്റിക്കൽ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ എച്ച് ഇടും. എന്നിട്ട് ആ എച്ച് എല്ലാവരും വിളിക്കും. എനിക്ക് ചോദിക്കും റോൾ നമ്പർ സ്ഥലത്തായിരിക്കും കോപ്പി അടിച്ചല്ലേ. നമ്മൾ പറയും മാക്സിമം പറയും കോപ്പി അടിച്ചിട്ടുണ്ട്. കമ്പെടുക്കും സാറേ കുറച്ച് 2 ക്വസ്റ്റ്യൻസ് തുടങ്ങും. മീൻസ് ആ സാറിന്റെ ഒരു ടെക്നിക്കാണ് അത്. കോപ്പി അടിച്ചെന്ന് അറിയാൻ വേണ്ടി ഒരു ടെക്നിക്ക്. കാര്യം ഇപ്പം ആൻസർ കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആൻസർ അടുത്ത അപ്പുറത്ത് ഒരു നമ്മൾ കോപ്പി അടിച്ച് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുത്തരം എഴുതിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മറ്റേ പേപ്പറിൽ അതുപോലെ വരും. ഏടാ അത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാ. ഞാൻ ക്ലാസ്സിൽ കയറി ചെന്നിട്ടായാലും ആരൊക്കെയാണ് എഴുതിയത് കോപ്പി അടിച്ചെന്ന് പിള്ളേരെ ഗണിക്കുന്ന വരുമല്ലോ. കാരണം നമ്മള് മാസം ഉറക്കത്തില്ല. സാറുമാരും പേടിയുണ്ട്. അത് പറഞ്ഞാൽ മതി എടാ ആരൊക്കെയാ കോപ്പി അടിച്ചത് പറയടാന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്ന് കഴിയുമ്പോ ഇനി എന്ത് ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് ഒരുത്തരും സമ്മതിച്ചിട്ടില്ല എന്നാണ്. ആ ടീച്ചർ ഞങ്ങൾ കോപ്പി അടിച്ചു ആണല്ലേ. ആ കോപ്പി അടിക്കാത്തവന്മാരുണ്ട്. നമ്മള് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ആരൊക്കെയാണ് കോപ്പി അടിച്ചെന്ന് ചോദിക്കുന്നത്. അപ്പൊ കോപ്പി അടിച്ചെന്നാലെല്ലാവരും അങ്ങ് എണീക്കുവാണ്. അയ്യോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏതോ ഒരു പഠിക്കുന്ന ബുദ്ധിമാനായിട്ടൊരു പയ്യൻ. അവൻ ഭയങ്കര ജീനിയസാണ്. പക്ഷെ ഇവന്റെ ഒരു പ്രശ്നമുണ്ട്, ഇവന് ബാക്കിയുള്ളവരെ സഹായിക്കും. അപ്പൊ എക്സാം ഹോളിൽ എവിടെ പിടിച്ചിരുത്തിയാലും ഇവന്റെ പേപ്പർ ഇവൻ തന്നെ ബാക്കിയുള്ളവർ കാണിച്ചു കൊടുക്കും. എന്നിട്ട് വേറെ ഏതൊരുത്തം എടുത്ത് കെട്ടിവെച്ച് ഇവന് വെക്കാൻ പേപ്പറില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഞാൻ അവിടെ ഇങ്ങോട്ട് ഇത് അവൻ കൊടുത്തിട്ടല്ലേ ഞാൻ തിരിഞ്ഞേരം നോക്കി അവൻ അതിലേക്കൂടെ പേപ്പർ ഇറക്കി കൊടുത്തിട്ടേ സഹായിക്കാൻ പോയതാണ്. സ്കൂൾ ടീച്ചറായുള്ള കുഴപ്പമാണ് ഇതൊക്കെ. ഇഷ്ടം പോലെ ഈ ടീച്ചറിന്റെ പേര് ഞാൻ പറയില്ല, സബ്ജക്ട് ഓടിച്ചൊന്നും പറയില്ല. പറയുമ്പം ഈ ടീച്ചർ എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നുണ്ട്, മാർക്ക് ചുമ്മാ ഇട്ട് കൊടുക്കും. മനസ്സിലായി എന്നുവെച്ചാൽ ഇപ്പൊ ഡാൻസ് തെറ്റാണെങ്കിലും ഇയാള് കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു പോയം എഴുതാനായിട്ട് അതിന് ഏതോ സിനിമയുടെ പാട്ട് എഴുതി വെച്ച് അതിന് ഫുൾ മാർക്ക് കൊടുത്തു. ഹെൽത്ത് എഡ്യൂക്കേഷൻ പേപ്പറിൽ പിന്നെ എന്തോന്നാണ് ഫുള്ള് സിനിമാ പാട്ടും ബാക്കി കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ചേച്ചിമാരുണ്ട്. അതുണ്ട്. അങ്ങനെ ഒരു സ്കൂൾ ടീച്ചറിന്റെ കഥ ഞാൻ പറയാം. അത് ഞാൻ പഠിപ്പിച്ചതാണോ കൂടെ പഠിച്ചതാണോ എന്നൊന്നും ഞാൻ പറയത്തില്ല. പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര മാർക്ക്. എല്ലാവർക്കും 50, 45, 47, 48 ആർക്കും മാർക്ക് കുറവില്ല. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഞങ്ങൾ പുള്ളിക്കാരത്തി ഇരുന്ന് കറക്റ്റ് ചെയ്യുന്ന റൂമിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു 5-6 കളർ പേനയായിട്ടായിരിക്കും. ബ്ലൂവിൻ്റെ തന്നെ മറ്റേ ഇതുണ്ടല്ലോ പലതരം ബോട്ടിൽ പല 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 കളർ. അത് ബ്ലൂവിൻ്റെ ഏത് ഷെയ്ഡും ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. മറ്റേ മായ്ക്കുന്ന റബ്ബറും ഉണ്ട്. പിന്നെ ഞാൻ കഥ പറയുന്നത് വളരെ കൂളായ ടീച്ചറായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ലവർക്ക് പേരൻസിനെല്ലാം നല്ല അഭിപ്രായം, നല്ലതായിട്ട് പഠിപ്പിക്കുന്ന പിള്ളേരെല്ലാം നല്ല മാർക്ക് മേടിക്കുന്നു. പക്ഷെ നമ്മുടെ പേപ്പർ നോക്കുമ്പോൾ സ്പെല്ലിങ്ങും ഇല്ല, ഗ്രാമറും ഇല്ല, ഒന്നിനിടെ എന്തോന്നടേ അറ്റ്ലീസ്റ്റ് ഒരു എസ്സെങ്കിലും എഴുതി വരുന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മളിരിക്കും. അപ്പം അത് ഇല്ല ഇത് ഈ സോർവാസറുടെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് ഒക്കെ വരത്തില്ലേ, അല്ലെങ്കിൽ ആൻസർ അത് മായ്ച്ചിട്ട് ആ കളർ പെൻ വെച്ചിട്ട് ആൻസർ കറക്റ്റ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ ഉണ്ട്. എനിക്കതല്ല ആലോചിക്കുന്നത് ഈ പേപ്പർ ഇത് കിട്ടുന്ന പയ്യന്മാര് അല്ലെ പിള്ളേരുടെ ഞാൻ മാസാണല്ലോ എഴുതിയത് അങ്ങനെ ഈസായി.
അയ്യോ പണ്ടത്തെ കാലത്തെ പേരൻസ് എങ്ങനെയല്ലല്ലോ വേർത്തോട്ടത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നീ എന്താ എഴുതി വെച്ച് പറയടാന്നൊക്കെ അത് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് മാറിക്കും. ആ അയ്യോ എന്തെങ്കിലും ടോർച്ചറെന്നും പറയും. അടുത്ത പ്രാവശ്യം കൂൾ പാരൻസ് സ്ട്രിക്റ്റ് പാരൻസ് കൂൾ പാരൻസ് വേഴ്സസ് നമ്മളിരുന്നത് ആരെയും അച്ഛനമ്മയ്ക്കിട്ടും വേണ്ട അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ടോപ്പിക്ക് കിടക്കാം. അപ്പം ചുരുക്കം പറഞ്ഞാൽ ആരാ നല്ല ഇത്രയും കൂളാവണ്ടല്ലേ ടീച്ചേഴ്സ്? കൂളായ അത് ഡിപ്പെൻസ് അപ്പോൺ സ്റ്റുഡന്റ്. ഞാൻ വേറൊരു ഇപ്പൊ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ഒരു ടീച്ചറിനെ പരിചയപ്പെട്ടു. അപ്പൊ ഇതേമേതി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോന്ന് അറിയത്തില്ല. പിള്ളേർക്ക് മെമ്മറി കൂട്ടാനായിട്ട്, അതായത് പിള്ളേരുടെ പ്രശ്നം ഇതാണല്ലോ, ഓർമ്മ കിട്ടത്തില്ല. അമ്മമാർക്ക് ഒരു സിഗരറ്റോ ഒരു കുപ്പിയോ ഇതെനിക്ക് അറിയത്തില്ല, അങ്ങനെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ രാത്രി ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഡ്രഗ്സ് സജസ്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല ക്ലാരിറ്റിയോടുകൂടി അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ അത് അപ്പം ഞാനത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പിള്ളേരെയൊക്കെ നമ്മൾ ഇതിന് മാറ്റേണ്ടതിന് പകരം അപ്പം ഈ പുള്ളി അങ്ങനെ ഞാൻ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതായത് ഒരാളിങ്ങനെ അയാൾ ട്യൂഷൻ ക്ലാസ്സിലും മറ്റിടത്തൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ആ പുള്ളീനെ സാറ് ഇത് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പം പേടിയില്ല. നെക്സ്റ്റ് ഡേ കൂളായിട്ട് പോയിട്ട് എടാ നമ്മളിത് പ്രൊമോട്ട് ചെയ്യണമല്ലോ അല്ലേ, അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ബോധമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതും മാത്രം അത് ശരിയല്ല, ടോക്സിനാണ് പറഞ്ഞു. അത്രയും കൂളാവരുതെന്ന്, കാരണം ആ അഡിക്ഷൻ നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നൃത്തം പാടായിരിക്കും. കാരണം നമ്മുടെ എല്ലാ എസ്കേപ്സ് എപ്പോഴും പിള്ളേർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നോക്കുന്നത് രക്ഷപ്പെടാനാണ്. റിയാലിറ്റി എങ്ങനെ ഫേസ് ചെയ്യാതിരിക്കാൻ എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കാൻ പിടിച്ചിരിക്കുമ്പോൾ ടി വി കാണുന്നതും ബാക്കിയുള്ള എസ്കേപ്സ് മൊബൈലിൽ കളിക്കുന്നതും. നമ്മൾ എങ്ങനെയാണ് ഇത് ബോറടി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കും. പക്ഷെ നമ്മൾ അതിന് പകരം ഒരു ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇതിൽ നിന്നൊന്നും മാറാൻ പറ്റുകയില്ല. സ്പോട്ടിഫൈ യൂസേഴ്സ് പലതും കേൾക്കുന്നെങ്കിൽ ഒന്നും പേടിക്കണ്ട, അതൊന്നും ഫോളോ ചെയ്യരുത്. ഓക്കെ, ഇനി പിന്നെ പറയാനാണെങ്കിൽ ഈ ഗുരുപൂജ ശരിക്കും വേണം. ഗുരുപൂജ should we respect teachers? Yeah, we should respect. I respect you. ഈ റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനത്തിനോടല്ല, അങ്ങനെയാണോ ഒരു ചേട്ടനെ മൂത്ത ചേട്ടനെ അനിയൻ റെസ്പെക്ട് ചെയ്യോ? അല്ല, എനിക്ക് റെസ്പെക്റ്റിനെക്കാട്ടിലും ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഉദാഹരണത്തിന് നിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് കുറേ പേര് പഠിപ്പിച്ചിട്ടുണ്ട് ആണുങ്ങൾക്ക്. അതിലെല്ലാവരും ഓർത്ത് വെക്കണമെന്നില്ല. പക്ഷെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പം നമ്മൾ അതിൽ ഒരാളുടെ അടുത്ത് പോയി അത് കൺഫസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഡിപ്പെൻഡബിൾ പേഴ്സൺ. അങ്ങനെയാണ് എനിക്കുണ്ടല്ലോ. അത് സെയിം സംഭവമാണ്, ഒരു മെന്റർ പോലെ. അല്ലെങ്കിൽ അല്ലാണ്ട് ടീച്ചർ ഇങ്ങനെ ഒരു ചെറിയ ടെൻഷനുണ്ട്, അതിപ്പോൾ എല്ലാ പ്രശ്നവും എല്ലാം പറയാൻ പറ്റുമെങ്കിൽ അത് ലക്കിയാണ്. അതിപ്പോൾ ടീച്ചറാണോന്നില്ല, എങ്കിലും അങ്ങനെ ഒരു സാധനമാണ് ഞാൻ. അല്ലാണ്ട് ബഹുമാന സൂചകമായിട്ട് എങ്ങനെ ടീച്ചറിനോട് പറയും എന്നാലോചിച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും ടീച്ചറാൻ ഞാൻ ഇങ്ങനൊരു പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ട്, ഐ വോണ്ട് ടു ഷെയർ എന്നൊക്കെ പറയുന്ന ആ ഒരു ബോണ്ടിങ് ആണ് ഐ പ്രിഫർ. ഇപ്പം ഞാൻ പക്ഷേ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തില്ല കേട്ടോ. എപ്പോഴും ടീച്ചേഴ്സിനെ പണ്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാലേ വീണ് തൊട്ടാനുഗ്രഹമൊക്കെ മേടിക്കും. അവരൊക്കെ എന്നെ ഓർക്കുന്നതൊന്നും അറിയത്തില്ല. ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ മാത്സ് ടീച്ചറിനാണെങ്കിലും ഞാൻ കാലി തീർന്നു ഉദ്ദേശിച്ചു. എനിക്ക് വേണ്ട കാലം കഴുകാടാ. കുറെ നാളായി ഒരു പെഡിക്യൂർ കിട്ടിയിട്ട് പിണ്ണാക്കൊക്കെ എടുത്ത് കുത്തിയിരുന്നൊരക്കി. അതൊന്നും അറിയത്തില്ല. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി ജസ്റ്റ് നോർമൽ ഹ്യൂമൻസ്. നമ്മളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം അതിനെപ്പറ്റി റെഫർ ചെയ്ത് നോട്ടുണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് കാണാപ്പാഠം പഠിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു സംശയം ചോദിച്ചാൽ തീർന്ന് എന്താ നാളെ ഗൂഗിൾ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പോരേണ്ട ഒരു ഗതികേടാണ്. അങ്ങനെയുള്ളൊരു ടീച്ചറിന് ഒരു എന്താ പറയുക,
ഒരു പിന്നെ പണ്ടത്തെ ആചാര്യന്മാരാണെങ്കിലും ഏകലവ്യന്റെ കഥ ആലോചിച്ചാൽ പോലെ വിരൽ മുറിച്ച് ചോദിച്ചു. അങ്ങനെയുള്ള ഗുരുക്കന്മാരും ഉണ്ട്. അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യണോ എന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ ദ്രോണാചാര്യരെ റെസ്പെക്ട് ചെയ്യണമെന്നും? ഏകലവ്യന്റെ വിരൽ മുറിച്ച് ദ്രോണാചാര്യരെ റെസ്പെക്ട് ചെയ്യണം. അർജുനന് ഇത് ഒന്നുണ്ട്. ഈ ചില ടീച്ചേഴ്സ് ഇത് കാണി പാർഷ്യാലിറ്റി. ഈ സ്ട്രിക്റ്റ് ടീച്ചേഴ്സിന് അതല്ല പാർഷ്യാലിറ്റി ഇല്ല, ഡിസ്ക്രിമിനേഷൻ, ഗേൾസ് ബോയ്സ് ഡിസ്ക്രിമിനേഷൻ. അത് പിന്നെ ശരിയാവും, ഞാൻ പറഞ്ഞത് പറയടാ. ഡിപ്പെൻഡബിൾ, റിലയബിൾ. അല്ല അത് ഈ പാർഷ്യാലിറ്റി അങ്ങനത്തെ ഈ സ്ട്രിക്റ്റ് ടീച്ചേഴ്സിന് ചിലരെ ഇഷ്ടമാണ്, ചിലര് ഇട്ടടിക്കും. മീൻസ് ക്ലാസ്സിൽ മീൻസ് പാർഷ്യാലിറ്റി അങ്ങനെയല്ല, ഒരാള് ഒരു ക്ലാസ്സിൽ നോട്ടപ്പുള്ളി കാണും, അവന് ഇട്ടടിക്കും, അവളെ ദേഷ്യം തീർക്കും. അങ്ങനെ പയ്യൻ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അത് നമുക്ക് വിഷം വരും, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ടീച്ചർമാരുണ്ട്. എനിക്ക് പിന്നെ അടി കിട്ടി ശീലമായതുകൊണ്ട് എന്നെ ഫേവറേറ്റ് ആയിട്ട് ഒരു ടീച്ചറും എടുത്തിട്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ എനിക്ക് ഫേവറേറ്റ് അത് നമുക്കുണ്ടല്ലോടാ, ചിലപ്പോൾ ചില പിള്ളേരോടൊരു ചായ തോന്നും. അത് പഠിക്കുന്ന പിള്ളേരാണോന്നില്ല. ഏറ്റവും കൂടുതൽ ബലം ഉണ്ടാക്കുന്ന അത് നമ്മളിപ്പോ ആവശ്യത്തിനിട ഒരു ബുക്കൊന്ന് സ്റ്റാഫ് റൂമിൽ എടുത്തിട്ട് ഒരു ഞാൻ തന്ത്രൻ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു കൊച്ചിനോടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം അറ്റൻഷൻ പോകുന്നത്. പിന്നെ അവൻ നമ്മുടെ കൂടെ വന്ന് അത് ചെയ്ത് ഇത് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ എടാ അവനെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞാൽ അവനെ വിളിച്ച കാര്യം നടക്കും. അപ്പൊ നമുക്ക് ചെറിയൊരു അറ്റാച്ച്മെന്റ്. എല്ലാരും തുല്യമായിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലരോട് ഒരു ആസ് എ ടീച്ചർ ചിലരോടൊക്കെ നമുക്ക് ഒരു ഞാൻ സമ്മതിക്കുന്നു. ഐ അഡ്മിറ്റ് എന്നെ അറസ്റ്റ് ചെയ്യൂ. ഞാനിതൊക്കെ ഞാൻ DIGയുടെ ഓഫീസിൽ യെസ് ഐ എം പാർഷ്യാലിറ്റിസം. എന്നെ ഇഷ്ടമില്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം അവർക്ക് ചിലപ്പം ഞാനായിരിക്കും ഏറ്റവും വലിയ ദുഷ്ടത്തി. നമുക്ക് എല്ലാവരും പ്ലീസ് ചെയ്ത് നിർത്താനൊന്നും പറ്റത്തില്ല. നമുക്ക് ചിലയിടത്തൊക്കെ അരഗൻസ് കാണിക്കുന്നവരോട് നമ്മൾക്ക് മോശമായിട്ട് നമ്മളും തിരിച്ച് അങ്ങോട്ട് ഹാർഷായിട്ട് പെരുമാറിയെന്ന് വരും. അതുകൊണ്ട് ഞാനൊരിക്കലും ഒരു 101 പെർഫെക്ഷൻ എന്നൊന്നും പറയുന്നില്ല. ഞാനെപ്പോഴും എന്നെ ഒരു ബിലോ ആവറേജ് സ്റ്റേറ്റിൽ പഠിക്കുന്ന കാലത്തും അങ്ങനെയായിരുന്നു, ടീച്ചറായിരുന്ന കാലത്തും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു സാധാരണ സ്ത്രീയായിട്ട് ജീവിക്കുന്ന സമയത്തും ഞാൻ ഏതാണ്ട് ഒരു ബിലോ ആവറേജ് ആയിട്ടേ പോകുന്നുള്ളൂ. ഒരിക്കലും ഒരു അതുകൊണ്ട് ഈ ഗുരുപൂജയോട് ഞാൻ യോജിക്കുന്നില്ല. ആരുടെയും കാലം ആരും കഴുകി കുടിക്കാൻ പാടില്ല. അതുകൊണ്ടല്ല മൈക്രോ ഓർഗാനിസംസ്. As a biology teacher, I must inform you there are certain microbial organs which are living in here. അങ്ങനെയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ സ്ട്രിക്റ്റ് ടീച്ചേഴ്സ് ആൻഡ് കൂൾ ടീച്ചേഴ്സ് ഇത് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ മാത്രമല്ല, ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഇടയിലുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഇടയിലും സ്ട്രിക്റ്റ് ടീച്ചേഴ്സും കൂൾ ടീച്ചേഴ്സ്. അതായത് ചിലർ ഭയങ്കര ഞാൻ പിള്ളേരുടെ ക്ലാസ്സിൽ വിറപ്പിച്ചാണ് നടക്കുന്നത് എന്ന് പറയുന്ന ടീച്ചേഴ്സുണ്ട്. അത് ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന ടീച്ചേഴ്സുണ്ട്. പിന്നെ ഈ കൂൾ ടീച്ചേഴ്സ് പൊതുവെ മിണ്ടത്തില്ല. കാരണം ഇവരുടെ എണ്ണമാണ് കൂടുതൽ. അതായത് നമ്മൾ പിള്ളേരെ ഭയങ്കര കൺട്രോളിങ് ആണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ മുട്ടുകൂട്ടിയിരിക്കുന്നത്. അപ്പം ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു എന്താ പറയുക സ്ട്രിക്റ്റ് ആയിരിക്കുന്നതാണ് ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത് പലരും. അങ്ങനെ സ്ട്രിക്ട്നെസ് ഇസ് നൈസ് എന്നാണ് നമ്മൾ അതാണ് ട്രഡീഷണൽ എത്തിക്സ്. നമ്മൾ പിള്ളേരെ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുക, അവരുടെ കാര്യങ്ങളിൽ പേഴ്സണലായിട്ട് അധികം. നമ്മുടെ അടുത്ത് സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ നമ്മുടെ അടുത്ത് പറയും വി ഷുഡ് ആക്ച്വലി കുട്ടികളുമായിട്ട് ഇത് അവരുടെ മെൻറ്ററായിട്ട് എന്നൊക്കെ പറയുമെങ്കിലും, പക്ഷെ നമ്മൾ പിള്ളേരുടെ ഇച്ചിരി ഞാൻ കൂടുതൽ അടുപ്പം കാണിച്ചാൽ അത് പിന്നെ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി നമ്മളെല്ലാവരും ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ സ്ട്രിക്റ്റ് ആണ് എന്ന് കാണിക്കാനുള്ളൊരു ഭീകര ശ്രമം എപ്പോഴും നടത്താറുണ്ട്. എൻ്റെ ക്ലാസ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുമ്പോൾ പിള്ളേരെല്ലാം ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കും, കേൾക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇമേജ് ബാക്കിയുള്ളവർക്ക് കൊടുക്കും. പിന്നെ പേരൻസിൻ്റെ മുമ്പിൽ പേരൻസിൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ടീച്ചറായുള്ള ഗുണം എന്നാണെന്നറിയാം.
അവരിങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ നോട്ട് കറക്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, തള്ള എന്താ കണ്ടുപിടിക്കാന്ന് ചോദിച്ചോണ്ട് വരും. പിന്നെ ഇവിടെ അരമാർക്ക് കിട്ടാനുള്ളതാണ്, നിങ്ങൾ അവിടെ നോക്കിയ പേപ്പർ ഇറക്കി. ഇപ്പം സ്ട്രിക്റ്റ് ടീച്ചറാണെങ്കിൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മുടെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിന്നാൽ മതി. പ്രൊഫഷണലിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ കൂൾ ടീച്ചറായി കഴിഞ്ഞാൽ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. പേരൻസ് എന്തും തുറന്നു പറയുന്നത്. ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് നല്ല അടുത്ത രണ്ടും നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ പിള്ളേരിപ്പോഴും ആ ഒരു സ്നേഹം ഇപ്പോഴും അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചെന്ന് ടീച്ചറെ അത് മനസ്സിലായില്ല എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം. ടീച്ചർ ഒന്നും കൂടെ പഠിപ്പിക്കൂ, ടീച്ചറെ വൈകുന്നേരം ഇരിക്കട്ടെ. അപ്പം എൻ്റെ തന്നെ ഒരു അടുത്ത കൂട്ടുകാരിയുണ്ട്, പുള്ളിക്കാരത്തിയൊക്കെ എത്ര തവണയാണ് ഒരു സാധനം പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ റിപ്പീറ്റ് ഇങ്ങനെ പറഞ്ഞ് എത്രയും മടിയില്ലാണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സുണ്ട്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം പിള്ളേർക്ക്. അതുപോലെ ടീച്ചറെ ഞാൻ ഇന്നെടുത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് നോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ തനിക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ, ആഹാരമുണ്ടോ എന്നൊക്കെ നമുക്ക് പേഴ്സണലിയൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക. അതൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ഈക്വൽ ഇറ്റ്സ് നൈസ്. വീട്ടിലൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാകും. ഒരു കുട്ടി സ്ഥിരമായിട്ട് മുഷിഞ്ഞ ഡ്രസ്സിലോ എല്ലൊക്കെ വരുവാണ്, അല്ലെങ്കിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ട് പെരുമാറുന്നു. അപ്പം നാച്ചുറലി നമ്മൾ സ്ട്രിക്റ്റ് ടീച്ചറായിട്ട് നിൽക്കണോ കൂൾ ടീച്ചറായിട്ട് നിൽക്കണോ എന്നല്ല, എന്താ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലരുടെ പേഴ്സണൽ ലൈഫ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം ഹെൽപ്ലെസ് ആയിപ്പോവും. നമ്മൾ വലിയ ഇതൊക്കെ പറയും, സിനിമയിൽ കാണുന്ന ടീച്ചേഴ്സ് അല്ലല്ലോ ജീവിതത്തിൽ കാണുന്നത്. സിനിമയിൽ പിള്ളേരെ 100% വിജയത്തിലെത്തിക്കുന്ന പൃഥ്വിരാജ് എന്ന നായകനായ ടീച്ചർ, സ്പോർട്സിൽ ഒന്നാമതായിട്ട് എത്തിക്കുന്ന ടീച്ചേഴ്സ്, ഇവിടെ പിള്ളേരെ ജയിപ്പിക്കാൻ പാടുപെടുന്ന ടീച്ചേഴ്സ്. റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ നമുക്ക് സിനിമയിൽ കാണുന്ന പോലെ അങ്ങനെയൊക്കെ പറ്റില്ലല്ലോ. സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ വർത്താനം പറയുമ്പോൾ ബാക്കി എല്ലാവരും സൈലന്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിലുണ്ടേ ഷട്ടപ്പ് താമൂ ഷട്ടപ്പ് ക്ലാസ്സിൽ ബോർഡിൽ പ്ലസ് ഒക്കെ ഇട്ടിട്ട് ക്ലാസ്സിൽ കയറി വരുമ്പോ പഠിപ്പിക്കാൻ വേണ്ടി ഓടി വരുമ്പോഴത്തേക്ക് ഒരു 10-20 പേര് ഇതുങ്ങളെല്ലാം എന്തോ എല്ലാരും നിൽക്കുമെന്ന് പറയുമ്പോൾ ബാക്കിലുള്ള ബോർഡ് കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ 40 മിനിറ്റ് കൊണ്ട് 40 മിനിറ്റിൽ എന്തോ പഠിപ്പിക്കും, പണിഷ്മെന്റ് കൊടുക്കുമോ. ആ ഇരിയുടെ വേറെയുണ്ട്. നമ്മളെ ചില സമയത്ത് ഞാനും ടീച്ചറൊക്കെ സ്ഥിരം പറയുന്നൊരു കോമഡിയാണ്. നമ്മൾ പിള്ളേരുടെ അടുത്ത് ചില സമയത്ത് ഭയങ്കര തലക്കറിയുന്ന ബഹളമായിരിക്കും. എൻ്റെയൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളേ ഇല്ലാത്ത ക്ലാസ്സാണ്. അപ്പം നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് വൈ ആർ യു സോ ഡിസൊബീഡിയൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ചാടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരും. പിണങ്ങി ഇറങ്ങിപ്പോവും. അപ്പോൾ ക്ലാസ് ടൈമിലാണ് പിണങ്ങി ഇറങ്ങി സ്റ്റാഫ് റൂമിൽ പോകുന്നത്. അപ്പം നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ് പിള്ളേർ സോറി പറഞ്ഞ് നമ്മളെ തിരിച്ച് വിളിക്കാൻ വരുമെന്നാണ്. 10 മിനിറ്റ് കഴിയുന്നു, 20 മിനിറ്റ് കഴിയുന്നു, പിള്ളേരാരും വരുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പോകും. അവസാനം ഞങ്ങൾ ക്ലാസ് ടീച്ചർ ഇപ്പോൾ വിളിച്ചോണ്ടിടയിൽ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നു, പിള്ളേരാരും തിരിച്ചു വിളിക്കുന്നില്ല. ഒന്ന് പോയി കോംപ്രമൈസ് നടത്തി ഒന്ന് ആരോടെങ്കിലും വന്ന് സോറി ഞങ്ങൾക്ക് തിരിച്ച് ക്ലാസ്സിൽ കയറണം, പോഷൻ തീർന്നിട്ടില്ല. അവസാനം ക്ലാസ് ടീച്ചർ പോയിട്ട് നിങ്ങൾ പോയി വേറെ ടീച്ചറിനോട് സോറി പറഞ്ഞ് വിളിച്ചോണ്ട് വരും. അപ്പൊ നമ്മള് ശരി ഞാൻ എന്താ വരുന്നു, വിളിക്കണ്ട സോറി നേരെ പോകുന്നു. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. പിന്നെ പഠിപ്പിലായി വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വിട്ട് നമ്മള് സ്ട്രിക്ട്നെസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകും. നമ്മള് തോൽവിയല്ല, നമ്മള് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാണ്ടായപ്പോൾ പിള്ളേരുടെ കൺട്രോള്. ഞാനിങ്ങനെ ഒരു സ്മാർട്ട് ബോർഡ് ഇങ്ങനെ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്മാർട്ട് ബോർഡ് ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഏതോ സ്വിച്ചൊക്കെ ഞെക്കിയാൽ ഓഫ് ആവുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി നിന്നപ്പം ടീച്ചർ വളരെ എളുപ്പമാണ്, ഒരു പേപ്പർ കിട്ടി ഒറ്റയാണ് ബോർഡ് ഓഫ്. എങ്ങനെയാ ടീച്ചർ എത്ര ഇനി ഇത് ഓണാകുമോ? എനിക്കില്ല കാശ് കൊടുക്കാൻ, ആ സ്വിച്ച് ഓണാക്കി മതി.
അയ്യോ എനിക്കൊന്ന് അനന്തകൃഷ്ണനോ ആരാണ്ടാണെന്ന് തോന്നുന്നു ബോർഡ് പേപ്പർ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കളഞ്ഞ മഹാൻ നിന്ന് വിറച്ച്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിരുന്ന എനിക്കറിയത്തില്ല, സ്ട്രിക്റ്റ് ആവുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല. എനിക്ക് സത്യം പറഞ്ഞ സ്ട്രിക്ട് ടീച്ചേഴ്സിന് ഇഷ്ടമുണ്ട്, സ്കൂൾ ടീച്ചേഴ്സിന് ഇഷ്ടമാണ്. പക്ഷേ സ്കൂൾ ടീച്ചേഴ്സിനാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അതിനോ അതാണ്. പക്ഷേ സ്ട്രിക്റ്റിന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്ട്രിക്റ്റിന്ന് കൂടാൻ ടീച്ചേഴ്സ് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞു, ബേസിക്കലി ഒരു ടീച്ചർ ക്ലാസ് പഠിപ്പിക്കാൻ വന്നു ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ടീച്ചറിൻ്റെ ക്യൂടെക്സ്, ടീച്ചറിൻ്റെ സാരി, നിങ്ങൾ ആൺകുട്ടികളായതുകൊണ്ട് നല്ല കുട്ടികളായതുകൊണ്ടായിരിക്കും. ഞാൻ പഠിച്ചത് മുഴുവൻ ഗേൾസ് ഉള്ള സ്കൂളിലാണ്. അപ്പം മിക്കവാറും എല്ലാം ഇങ്ങനെ ലേഡീസിൻ്റെ ഇങ്ങനെ അവരുടെ കയ്യിൽ നെയിൽ പോളിഷ്, വള, മാച്ചിങ് ആയിട്ടിടുന്ന കമ്മല്. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ബെഞ്ചറായി പോയത്. എല്ലായിരുന്നു അവസരം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ കുളിക്കുന്നത്, വളയിട്ട് ആട്ടുന്നത്, ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കും. 40-45 മിനിറ്റ് മിക്കവാറും അങ്ങനെ പോകും ഇരുന്നത്. അപ്പം കുറച്ച് എന്താ പറയാ, ഒരു നമ്മുടെ മുന്നിൽ കുറച്ച് ഭാവാഭിനയം നടത്തുന്ന ആക്ടിങ് ടീച്ചേഴ്സിനെ കുറച്ച് എന്താ പറയാ, ഞാൻ വരും, ഞാൻ നല്ലൊരു അഭിനേതാവാണ്. അത് കുറച്ചല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ അപ്പൊ റീൽസ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തും വീഡിയോ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ മാഡം പുറത്താക്കും. അത്രേ ഉള്ളൂ. എന്നിട്ട് വേണം അല്ല ഇനിയിപ്പോ എന്ത് പറയാൻ, എല്ലാം പോയി ടീച്ചിങ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ടീച്ചിങ് ലൈഫിൽ സ്റ്റുഡൻസിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് പിള്ളേരുടെ കൂടെ ഇരിക്കുമ്പം അവരുടെ പുതിയ തരം ജോബ്സ്, പുതിയ പുതിയ പ്രശ്നങ്ങൾ, പുതിയ രീതിയിലുള്ള ഈ ജെൻസി അത് മനസ്സിലാക്കാൻ അത് ആ വേവ് ലെങ്ത് അത് മിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്താ പറയുക, എനിക്ക് പഴയ കാലത്തോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. എനിക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ വേവിൽ പോകാനാണ് താല്പര്യം. ആ ഒരു പഴയ രീതിയിൽ എന്താ പറയാ, ടീച്ചർ വരുന്നുണ്ടടാ മാറിക്കൂ പറഞ്ഞ് പൊന്തക്കട്ടിപ്പ് വിളിക്കുന്നത്, ആ ഒരു ഇതിനോട് ഒരു താല്പര്യമില്ല. ആഹാ ടീച്ചർ ഞങ്ങളുടെ സുഖമുണ്ട്. അങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റണം, നമുക്ക് അവൈലബിൾ ആയിരിക്കണം, നമുക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാൻ പറ്റണം, നമ്മളെ പറ്റുന്ന രീതിയിൽ സഹായിക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല പോട്ടെ എന്ന് പറയാൻ പറ്റണം. ആ ഒരു കാരണം പഴയ ഒരു സൊസൈറ്റി അല്ല, ഒട്ടുമില്ല. ഞാൻ ഒരുത്തനെ സൂക്ഷിച്ച് നോക്കിയെന്നും പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ പേരന്റ് വന്നു. അവന് അപ്പം എന്താലോചിച്ചോണ്ട് ഇങ്ങനെ നോക്കി കളിക്കും. അതുകൊണ്ട് പക്ഷെ ഇപ്പൊ ടീച്ചിങ് ഇല്ല, വെറുതെ ഇരിക്കുകയാണ്. ബട്ട് ഐ മിസ് മൈ സ്റ്റുഡൻസ്, ഐ മിസ് മൈ സ്കൂൾ ലൈഫ്. എന്തൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ്. എടാ ഈ എക്സ്പീരിയൻസ് ആണ് നമ്മളെ നമ്മളാക്കുന്നത്. വാട്ട് വി ആർ ഈസ് ആക്ച്വലി വാട്ട് വി ഹാവ് എക്സ്പീരിയൻസ്ഡ്. അപ്പം ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അടി ഇടി ചീത്തവിളി അത് തന്നെയായിരുന്നു. ഒരു ടീച്ചറായിരുന്നപ്പോഴും ചീത്തവിളി തന്നെയാണ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി അത് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പാരലൈസ്ഡ് ആയിട്ട് തളർന്നു പോയപ്പോഴും ഐ വാസ് ഏബിൾ ടു ഫേസ് ഇറ്റ്. കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനെ എനിക്കിപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് കേട്ടോ. അതിനിപ്പം വേണ്ട, ഞാൻ എന്നെ പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. ബട്ട് ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ ഈ ഒരു പെയിനിൽ കൂടെ കയറി വന്നിട്ടുള്ളതുകൊണ്ടായിരിക്കാം പേടിച്ചില്ല. എക്സ്പീരിയൻസ് ആണ്, ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആള് തമ്മിൽ കുറെ മാറ്റങ്ങളുണ്ട്. അതാ ഇപ്പൊ ബെറോട്ട മേടിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു കയറി തൂങ്ങിയിട്ടുണ്ട്, ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആത്മഹത്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. ആത്മഹത്യ ഇത് ചെയ്യാന്ന് വെച്ചോ, അവൻ വർഷം കഴിയുമ്പോൾ ആലോചിക്കുമ്പോൾ ബെറോട്ടയ്ക്ക് ഞാനിതെല്ലാം ചെയ്തത്. അതുപോലെ വിദേശത്ത് എനിക്കറിയാം, നമ്മുടെ ഒരു കൂട്ടത്തില് നമ്മുടെ ഒരു കുട്ടി പുറത്ത് പോകാൻ വേണ്ടി കാത്തിരുന്നിട്ടാണ് മാത്സിന്റെ മാർക്ക് പറഞ്ഞുകൊണ്ട് അവൻ കയറി ഒരു നിമിഷത്തെ വിനോദനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയെന്ന് പറയുന്നത് ഫെയിലിയർ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ നോക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സിൽ നിന്നും കിട്ടുന്ന ഈ മാതിരി നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന പിള്ളേരുണ്ട്. ഐ ഷോ യു, ഞാനും പഠിച്ചിരുന്ന പോലെ അങ്ങനെയുള്ള
ചില പോസിറ്റിവിറ്റിയും പക്ഷെ അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാൻ ഇത് അറിയത്തില്ല. അതൊക്കെ അത് സത്യം പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യാൻ പാടല്ലേ. ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ പോസിറ്റീവും ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ടും വന്നു വീഴും. അതുകൊണ്ട് ഇന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്ത് വേറെ എത്തി ടോപ്പിക്കിനെ മാറിപ്പോയി മാറിപ്പോയി. നമുക്ക് നിർത്താം. ഇന്ന് നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഫോർ ദ സ്പോട്ടിഫൈ യൂസേഴ്സ് പ്ലീസ് ഫോളോ. പ്ലീസ്. അപ്പൊ ഞങ്ങളെ ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺവെർസേഷൻ കേട്ടോണ്ടിരുന്ന അല്ലെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. Bye. And it's Lana. Bye.